രാജ്കോട്ടിലെ ഒരൊറ്റ സെന്ററിൽ നിന്നും മാത്രം പരീക്ഷ എഴുതിയ 2000-ഓളം വിദ്യാർത്ഥികളിൽ നിന്നും 259 പേർ 600-ന് മുകളിൽ സ്കോർ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ഈ ഒരു കാര്യം വളരെ സംശയകരമായ രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഇനി റീനീറ്റിലോട്ട് പോകുവാനുള്ള സാധ്യത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ടോ എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പൊതുവെ ഇപ്പം നമ്മൾ ആ ഒരു ഡാറ്റ നോക്കുമ്പോൾ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തോന്നാമെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഡാറ്റയുമായി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനകത്ത് വലിയൊരു ഇൻഫറൻസ് കിട്ടുമെന്നുള്ളതാണ്. അപ്പം സ്ഥിരമായിട്ട് നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ താമസിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ് അതിനടുത്തുള്ള ഒരു സെൻറ്റർ രജിസ്റ്റർ ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റാങ്ക് ഇൻഫ്ലേഷൻ വരാനുള്ള പ്രോബബിലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മത്സരങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പലപ്പോഴും വലിയ നല്ല രീതിയിലുള്ള റാങ്കുകൾ കാണാറുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു പ്രോബബിലിറ്റിയിലോട്ട് പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാവാം ഒരു റീസൺ. പക്ഷേ ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ജെന്യുവൻ ആയിട്ടുള്ള റീസണുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് പ്രീവിയസ് ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ആ ഒരു പൊതുവേ ഉള്ള ഡാറ്റയുമായിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കതിനകത്ത് പെട്ടെന്ന് തന്നെ ഒരു ഇൻഫറൻസ് കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഇത് ഉന്നയിക്കപ്പെടും. അപ്പം ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അന്വേഷിക്കപ്പെട്ട് അതിനകത്ത് നിന്ന് ജെന്യുവൻ ആണെന്ന് അതിനകത്ത് ജെന്യുവൻ ആകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ജെന്യുവൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി റീനീറ്റിലോട്ട് പോകാനുള്ള സാധ്യതയില്ല. അല്ലാത്തിടത്തോളം അതിനോട് ബന്ധപ്പെട്ട് ഇപ്പം അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല, അങ്ങനെ ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്ര റാങ്കുകൾ ഒരുപാട് റാങ്ക് ഇൻഫ്ലേഷൻ വരുന്നതിൽ സ്വാഭാവികമായിട്ടും സംശയമുണ്ടാകും. അത് അന്വേഷിക്കപ്പെടും. അത്തരത്തിലാണ് നമ്മളും കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.